ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു മോർണിംഗ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എൻ്റെ മോർണിംഗ് ആകുമ്പോൾ ഈ ടൈം ആവും. എൻ്റെ മോർണിംഗാണിത്. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഒരു ടീയോടുകൂടിയാണ് ഞാനപ്പോൾ എൻ്റെ തുടങ്ങുക. എൻ്റെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഈ കസേരയാണ് എൻ്റെ മോർണിംഗ്. മെയിനായിട്ട് കസേരയിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതാണ് മെയിനായിട്ട് എൻ്റെ മോർണിംഗ്. ഇതിലേക്ക് എൻ്റെ പുതിയ ചാനൽ, ഇത് എൻ്റെ പുതിയ ചാനലല്ലേ. പഴയ ചാനലിൻ്റെ കണ്ടൻ്റൊക്കെ ഞാൻ ഇതിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ പഴയ ചാനലിൽ അറിയാമോ എല്ലാവർക്കും, മൈ ലൈറ്റ് ആൻഡ് മൈ ലൈഫ്. അതാണ് എൻ്റെ പഴയ ചാനൽ. ഇപ്പോഴും ഉണ്ട് ആ ചാനൽ, പഴയ ചാനലല്ല, ഇപ്പോഴും ഉണ്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ടി മൈ ഓൺ ചാനൽ എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ മാത്രം ഇടാൻ ഞാൻ തുടങ്ങിയ ചാനലാണത്. അപ്പോൾ ഇതിൽ എൻ്റെ കാര്യങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ ഈ ചെയറിലിരുന്നാണ് ഞാനിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ, ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതായിരുന്നു. മാത്രമല്ല ഞാൻ ആടുമല്ലേ, അത് എക്സ്ക്യൂസ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയാണ് തുടങ്ങുന്നത്? എല്ലാവരുടെയും മോർണിംഗൊക്കെ തുടങ്ങുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടൈം എപ്പോഴാണ് തുടങ്ങുന്നത്? ഞങ്ങൾക്ക് ടൈം കിട്ടാറില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും പറയാം. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ടൈം കണ്ടുപിടിക്കണം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു ടൈമാണ് ഈ ടൈം. നമുക്ക് വേണ്ടി കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കണ്ടേ. അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ഇതാണിത്. അപ്പോൾ എൻ്റെ ഈ കപ്പും ആയിട്ട് ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഒരു മോർണിംഗ്. ഈ ചെയറിലിരുന്ന് ഇങ്ങനെ ആടി ഇങ്ങനെ ഇരിക്കും. എന്തോരം നേരം എന്ന് വെച്ചാലും ആടാം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നല്ല രസം. കുറേ നേരം ഞാൻ ഇങ്ങനെ ഇരിക്കും ഇത് ചെയറിൽ. അപ്പോൾ ഓരോ ദിവസവും എൻ്റെ ഓരോരോ വിഷയങ്ങൾ, മെയിനായിട്ട് ഈ ചെയറായിരിക്കും എൻ്റെ വിഷയം. ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എന്തെങ്കിലും പുതിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മോർണിംഗ്. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ D3 കൊള്ളാം കുറച്ച്. താഴെ പോകണം. താഴെ പോകുമ്പോൾ എന്തായാലും D3ക്ക് വേണ്ടി പോവാണ്. പോകുമ്പോൾ നമുക്ക് ആ ചെടിക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. കുറേ ചെടിയെ നന്നായിട്ട് അവിടെ റീഅറേഞ്ച് ചെയ്യാനുണ്ട്. ചട്ടിയിലെല്ലാം ചെടികളൊക്കെ നശിച്ചു. തറയിൽ നിൽക്കുന്ന ചെടികൾ മാത്രമേ ഇപ്പം നല്ല വർക്കിംഗ് ഉള്ളൂ. പിന്നെ ഇപ്പോൾ ചട്ടിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഉള്ളൊരു ഇത് നടത്തണം. വാടിക്കൊണ്ടിരിക്കുന്നത് ഒരു അലോവേരയും കൂടി ബാക്കിയുള്ളൂ. ആ അലോവേരയും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിന് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് D3 കൊള്ളാൻ പോവാം. നമുക്ക് D3 കൊള്ളാൻ പോവാം. അപ്പോൾ ചെടിയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. വയോ, നമുക്ക് താഴേക്ക് പോവാം. വയോ. D3 ചെടി നിൽക്കാം, വെള്ളം ഒഴിക്കാം. ഈ അലോവേര മാത്രമേ ഉള്ളൂ, മറ്റ് ചട്ടികളിലൊന്നുമില്ല. ഇതിനിച്ചിരി ഇത് പറിച്ച് മുറ്റത്തേക്ക് കാണും. കാരണം അതിൻ്റെ റൂട്ട് അത്രയ്ക്ക് നല്ല കട്ടിയിലായി. അലോവേര എങ്ങനെയാണ് എന്താ ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. റൂട്ട് ഇങ്ങനെ തടി പോലെ ആയാലും ഈ ചെടി ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ ചെടി ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും വെള്ളം ഒഴിച്ച് കൊടുക്കുക. കിളിച്ച് വരുന്നെങ്കിൽ കിളിച്ച് വരട്ടെ. വെള്ളം കൊടുക്കാത്തത് കൊണ്ട് വരണ്ട.
അതുപോലെ ഉണ്ടോ വലിയ ചട്ടിയാണ്. വലിയ ചട്ടിയിൽ എന്ത് അതൊന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞുതരും. ഏത് ചെടിയാണ് അങ്ങനത്തെ വലിയ ചട്ടി? രണ്ടെണ്ണോട്ട് അങ്ങനത്തെ വലിയ ചട്ടി. ഇപ്പൊ പറഞ്ഞല്ലേ, ഇവിടെ ഒരു അലോവേര ഞാൻ പറിച്ചു നട്ടിട്ടുണ്ട്. അത് മറ്റേ അതിനും വെള്ളം കൊടുത്തു. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇത് നിൽപ്പുണ്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുളസി നിൽപ്പുണ്ട്. അതിനും വെള്ളം ഒഴിക്കാം. അവിടെ ഒരു പേര കിളിച്ചു വരുന്നത് റോട്ടിലെ ആൾക്കാർക്ക് കൊടുക്കാം. അപ്പൊ ഫാമിലി ഇത് കൊണ്ടില്ല ഭയങ്കര ഇപ്പൊ ഇത്രയും കൊണ്ടാതില്ലേ ഇങ്ങനെ കയ്യിലും ഒക്കെ കൊള്ളും. നല്ലതാ, നമുക്ക് കാൽ തന്നെ എനർജി ഉണ്ടാവും. ഈ ചട്ടികളിലൊക്കെ റീഅറേഞ്ച് ചെയ്ത് ചട്ടികളിലൊക്കെ വെക്കണം. ഒരു ചട്ടിയുണ്ട്. അമ്പാ ചട്ടികൾക്കൊക്കെ ഭയങ്കര റേറ്റാ. ആ 2 ചട്ടിയും കൂടി എടുത്ത് വെക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ലത്. തീറ്റയൊക്കെ കൊണ്ടുവരുന്നു. കുറച്ച് തീറ്റ നമുക്ക് നല്ല വരാം. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇനി ആവശ്യം എന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.